ഒരു കാർ വാങ്ങാൻ തീരുമാനിച്ചാൽ ഈ 4 ട്രാപ്പുകൾ അറിയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ നഷ്ടമാകും. നമ്മളെല്ലാം ഒരു കാർ വാങ്ങാൻ തീരുമാനിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ പ്ലസ് ഇമോഷണൽ ഡിസിഷൻ വെച്ചിട്ടാണ്. എന്നാൽ ഒരു കാർ വാങ്ങണമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇമോഷന് അവിടെ സ്ഥാനം ഉണ്ടാവരുത്. ഷോറൂമിൽ ചായ തരുന്നത്, നല്ല സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നത്, നമ്മുടെ ആളായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ഇമോഷനെ അഫക്റ്റ് ചെയ്യും. നമ്മുടെ ബൈയിങ്ങിനെ ഇത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അനുവദിക്കരുത്. ആ ഒരു ഹോൾ പ്രോസസ്സിനെ നല്ല ഫിനാൻഷ്യൽ മെച്യൂരിറ്റിയോടുകൂടി സമീപിക്കുക. ഒരു കാർ വാങ്ങാൻ 4-5 സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജിലും നമ്മൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസസും ഉണ്ട്. പലപ്പോഴും കരുതുന്നത് പോലെ ഏറ്റവും വലിയ ട്രാപ്പ് ഡീലർഷിപ്പിലല്ല, കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഡേ 1 തന്നെ സംഭവിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേജസും ഈ ട്രാപ്സും ഇപ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ മാത്രമല്ല ഒരു ബെറ്റർ ഡീലും തീർച്ചയായിട്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ട്രാപ്പ് നമ്പർ 1, എക്സ്പെക്ടേഷൻ ട്രാപ്പ്. അപ്പോൾ നമ്മൾ വണ്ടി വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു, റിവ്യൂസ് ഒക്കെ കാണുന്നു, യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്നു, ഫ്രണ്ട്സിനോട് ചോദിക്കുന്നു. ഫൈനലി ഒരു ദിവസം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് ഷോറൂമിലേക്ക് പോകുന്നു. നമുക്ക് നന്നായിട്ട് വണ്ടി ഇഷ്ടപ്പെടുന്നു. സെയിൽസ്മാൻ അപ്പോൾ നമ്മളോട് പറയുന്നു, സർ എക്സ് ഷോറൂം പ്രൈസ് 10 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നു, പെർഫെക്റ്റ്, നിങ്ങളുടെ ബഡ്ജറ്റിൽ തന്നെ. പക്ഷേ ഫൈനൽ കോട്ട് വന്നപ്പോൾ സഡൻലി ഈ 10 ലക്ഷം എന്ന് പറയുന്നത് 13 ലക്ഷമായി, ചില സമയത്ത് 14 ലക്ഷമായി, സം ടൈംസ് അത് 16 ലക്ഷം രൂപ വരെ ആയി മാറിയേക്കാം. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാർ വാങ്ങിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ ഷോക്കായിരിക്കും. US-ലൊക്കെ ലക്ഷറി ടാക്സ് വരുന്നത് യൂഷ്വലി പ്രൈവറ്റ് ജെറ്റ് വാങ്ങുമ്പോഴോ യാട്ട് വാങ്ങുമ്പോഴോ ഒക്കെയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ സിറ്റുവേഷൻ കുറച്ച് ഡിഫറെന്റ് ആണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഓൺ ചെയ്യുന്ന കാർ പോലും എഞ്ചിൻ സൈസ് കുറച്ചു കൂടിയാൽ അതിന് മേളിലും സെസ് പോലും പേ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഇനി CC കൂടിയ വലിയ കാറൊന്നും വേണമെന്നില്ല. നേരത്തെ കണ്ട പോലെ ഒരു 10 ലക്ഷം രൂപയുടെ കാർ, എക്സ് ഷോറൂം പ്രൈസ് വിലയുള്ള കാർ, ഒരു നോർമൽ കാർ, അത് വാങ്ങിക്കുമ്പോൾ പോലും നമ്മൾ ഫൈനലി പേ ചെയ്യാൻ പോകുന്നത് 15-16 ലക്ഷം രൂപ തന്നെ ആയിരിക്കാം. കാരണം ആ കാറിന്റെ പ്രൈസിന് മുകളിൽ 28% GST വന്നേക്കാം, അതിന് മുകളിൽ 10-22% വരെ സെസ് വന്നേക്കാം, ഡിപ്പെൻഡിങ് അപ്പോൾ എഞ്ചിൻ സൈസ്. പിന്നെ ഡീലർ മാർജിൻ, രജിസ്ട്രേഷൻ ചാർജസ്, റോഡ് ടാക്സ്, ഇൻഷുറൻസ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫൈനൽ നമ്പറിലേക്കായിരിക്കും നമ്മൾ എത്തുന്നത്. പക്ഷേ ഈ ടാക്സ് സ്റ്റോറി ഇതിലൊന്നും തീരുന്നില്ല. ഇവിടെ ഒരു ഹിഡൻ കോസ്റ്റ് കൂടിയുണ്ട്. മിക്കവാറും നമ്മളത് മിസ് ചെയ്യും. മിക്ക ആളുകളും ഒരു കാർ 15 വർഷം ഒന്നും ഫുള്ള് യൂസ് ചെയ്യാൻ പോകുന്നില്ല. പലപ്പോഴും 4-5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി മാറ്റിയേക്കാം, അതല്ലെങ്കിൽ ഒരു മാക്സിമം 10 വർഷമൊക്കെ യൂസ് ചെയ്തേക്കാം. പക്ഷേ റോഡ് ടാക്സ്, നമ്മുടെ നാട്ടിൽ നമ്മൾ പുതിയതായിട്ട് ഒരു വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് റോഡ് ടാക്സ് നമ്മൾ അടയ്ക്കുന്നത് 15 വർഷത്തേക്കാണ്. അതിന്റെ അർത്ഥം 5 വർഷം കഴിഞ്ഞ് വണ്ടി ഒരാൾ വിറ്റ് വേറെ ഒരു വണ്ടി വാങ്ങിയാൽ 10 വർഷത്തെ ടാക്സ് ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല. ഇതും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. നമ്മുടെ രാജ്യത്തെ റൂൾസ് അങ്ങനെയാണ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഓർക്കാൻ വേണ്ടി പറയുന്ന റിയൽ പോയിന്റ് ഇതാണ്. ഇവിടെ ടാക്സും ഇൻഷുറൻസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന കാറിന്റെ എക്സ് ഷോറൂം പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒറിജിനലി 10 ലക്ഷം ബഡ്ജറ്റ് ഇട്ട് കാർ വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് ഷോറൂമിൽ ചെന്നിട്ട് പല ഓപ്ഷൻസ് കണ്ടേക്കാം, സ്വീറ്റ് ആയിട്ടുള്ള വർത്താനങ്ങൾ കേട്ടേക്കാം, ഫീച്ചേഴ്സ് കണ്ടേക്കാം, സെയിൽസ്മാന്റെ വാചകവടിയിൽ വീണുപോയേക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം കാരണം നമ്മുടെ ലിമിറ്റ് പുഷ് ചെയ്ത് കുറച്ചുകൂടെ വലിയ ഒരു കാർ വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഒരു 2 ലക്ഷം രൂപയുടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബെറ്റർ കാർ കിട്ടുമല്ലോ എന്ന് നിങ്ങൾ കരുതിയാൽ ആ എക്സ്ട്രാ കൊടുക്കുന്ന 2 ലക്ഷം മാത്രമല്ല നിങ്ങൾ പേ ചെയ്യുന്നത്, അതിന്റെ മുകളിലുള്ള ടാക്സും ഇൻഷുറൻസും എല്ലാം കൂടി നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് പറ്റുന്ന ബഡ്ജറ്റ് ഫിക്സ് ചെയ്താൽ അതിൽ വലിയ ഡിഫറൻസ് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഇനി ട്രാപ്പ് നമ്പർ 2, ഫീച്ചേഴ്സ് ട്രാപ്പ്. ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും സെയിം ആണ്. കാരണം ഈ ടാക്സേഷൻ സിസ്റ്റം ഒക്കെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മാത്രം മതി. ബട്ട് ഇവിടെ നിന്നുമാണ് മേജർ ആയിട്ടുള്ള ട്രാപ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അടുത്ത മേജർ പറ്റിക്കൽ വേരിയൻസിലും ഓപ്ഷൻസിലുമാണ്. അതായത് പല ഓപ്ഷൻസും പല വേരിയൻസും കാണിച്ച് കാർ കമ്പനീസ് നമ്മളെ പറ്റിക്കുന്നു എന്ന് പലരും പറയും. പക്ഷെ സത്യം, ഒരു കാർ വാങ്ങാൻ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ തൊട്ട് നമ്മളാണ് നമ്മളെ പറ്റിക്കുന്നത്. ഇപ്പൊ ഇറങ്ങുന്ന പുതിയ കാറുകളിൽ വരുന്ന ഫീച്ചേഴ്സ് എല്ലാം നല്ലത് തന്നെയാണ്. ടെക്നോളജി ഒരുപാട് ഇംപ്രൂവ് ചെയ്തു, സേഫ്റ്റി ഫീച്ചേഴ്സ് ഇംപ്രൂവ് ചെയ്തു, കംഫർട്ടിന്റെ ഫീച്ചേഴ്സ് ഒരുപാട് കൂടി വരുന്നുണ്ട്. പക്ഷെ ഈ ഫീച്ചേഴ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ ഇൻഡിവിജ്വൽസിനും യൂസ്ഫുൾ ആകുന്ന ഫീച്ചേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഒരു ഫീച്ചർ ഒരാളിന് എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിരിക്കാം, പക്ഷേ മറ്റൊരാളിന് ഓൾമോസ്റ്റ് അത് യൂസ്ലെസ് ആയിരിക്കാം. അതിനോടൊപ്പം പല ഫീച്ചേഴ്സിനെയും നമ്മുടെ വെതർ കണ്ടീഷൻസും റോഡ് കണ്ടീഷൻസും ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. ഈ കണ്ടീഷൻസ് കാരണം പല ഫീച്ചേഴ്സും നമുക്ക് യൂസ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വന്നേക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യൻ കാർ ഓണേഴ്സിന്റെ പ്രിഫറൻസ് നോക്കുമ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് സൺറൂഫിനേക്കാളും അഡാസ് ഫീച്ചേഴ്സിനേക്കാളും വലിയ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിനേക്കാളും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് ആളുകൾ കൺസിഡർ ചെയ്യുന്നത് എന്നാണ്. അതിൽ പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ വെതർ കണ്ടീഷൻ
സ്പെസിഫിക്കേഷൻസ് കാരണം സൺ റൂഫ് പലപ്പോഴും ഫസ്റ്റ് ഫ്യൂ വീക്സിലെ എക്സൈറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കാറില്ല എന്നാണ്. അങ്ങനെ അവിടെ പല ഓണേഴ്സും പറയുന്നുണ്ട്. ഇനി അഡാസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കാറ് ലൈനിൽ തന്നെ നിൽക്കുന്നതും ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് പിടിക്കാൻ അല്പം താമസിച്ചാൽ അത് ഡിറ്റക്ട് ചെയ്ത് നമ്മളെ അറിയിക്കുന്നതോ, നമ്മൾ ചെറുതായിട്ടൊന്ന് ഉറക്കം തൂങ്ങിയാലോ കൈ സ്റ്റിയറിംഗിൽ നിന്ന് വിട്ടാലോ ഒക്കെ നമ്മളെ അലേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഈ അഡാസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആർട്ടിക്കിളിൽ അഡാസ് ഫീച്ചേഴ്സും നമ്മുടെ ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റി ട്രാഫിക്കിൽ പലപ്പോഴും ടേൺ ഓഫ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നും ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഷോറൂമിൽ പോയി ഇതൊക്കെ കാണുന്ന സമയത്ത് സിറ്റുവേഷൻ വളരെ ഡിഫറെന്റ് ആണ്. സെയിൽസ്മാൻ പറയുന്നത് സർ ബേസ് വേരിയന്റ് 10 ഇഞ്ച് സ്ക്രീൻ മാത്രമേ ഉള്ളൂ, ടോപ്പ് വേരിയന്റ് ആണെങ്കിൽ 12 ഇഞ്ച് സ്ക്രീൻ ഉണ്ട് എന്നായിരിക്കാം. പിന്നെ ക്രോം ഹാൻഡിൽസ്, ബിഗർ വീൽസ്, ആംബിയൻ ലൈറ്റിംഗ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഓൾറെഡി എന്തായാലും ഇത്രയും പൈസ കൊടുക്കുന്നു, ഇനി കുറച്ചും കൂടെ എക്സ്ട്രാ കൊടുത്താൽ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെയും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഈ എക്സ്ട്രാ ഫീച്ചേഴ്സിന്റെ വില മാത്രമല്ല നമ്മൾ പേ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ മുകളിലുള്ള 28% GSTയും സെസ്സും റോഡ് ടാക്സും എല്ലാം നമ്മൾ പേ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് ഓർക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാറിന്റെ എക്സ് ഷോറൂം പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രാക്ടിക്കൽ ഹാക്ക് പോലെ പല എക്സ്പീരിയൻസ്ഡ് ബയേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ആണ് എങ്കിൽ ബേസ് വേരിയന്റ് വാങ്ങിക്കുക. പിന്നെ ആവശ്യമുണ്ട് എങ്കിൽ ലേറ്റർ ആ ഫീച്ചേഴ്സ് പലപ്പോഴായിട്ട് കാറിലേക്ക് ആഡ് ചെയ്യുക. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും അലോയ് വീൽസ് ആണെങ്കിലും ലെതർ സീറ്റ്സ് ആണെങ്കിലും ഫോഗ് ലാംപ്സ് ആണെങ്കിലും ഒക്കെ ഇവയെല്ലാം ലേറ്റർ ആഫ്റ്റർ മാർക്കറ്റിൽ ക്വാളിറ്റിയോടുകൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഈ മേടിക്കുന്ന സാധനത്തിന് മുകളിലുള്ള റോഡ് ടാക്സും ഇൻഷുറൻസും അതൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല എന്ന് മാത്രമല്ല, ഇനീഷ്യലി തന്നെ ഈ ഫുൾ ഫിനാൻഷ്യൽ ബേർഡൻ എടുക്കേണ്ടി വരില്ല. പൈസ അവൈലബിൾ ആവുന്ന അനുസരിച്ച് നമുക്ക് സ്ലോ ആയിട്ട് ഫീച്ചേഴ്സ് നമ്മുടെ കാറിലേക്ക് ആഡ് ചെയ്യാം. ഈ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു 2-3 ലക്ഷം രൂപ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ അതിന് മുകളിൽ വരുന്ന ടാക്സും ഇൻഷുറൻസും സേവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിലുള്ള ഈ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ മതിയാകുന്ന പൈസ, ആ ഇൻട്രസ്റ്റ് തന്നെ ചിലപ്പോൾ ഉണ്ടാകും. പക്ഷേ ഇവിടെ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് വാങ്ങുമ്പോൾ ക്വാളിറ്റി നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തണം. അത് കാറിന്റെ വാറന്റിയെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ല എന്നും കൺഫേം ചെയ്യണം. ഇനി ട്രാപ്പ് നമ്പർ 3, ഡീലർഷിപ്പ് സ്റ്റേൺ. ഇവിടെ നമ്മൾ അറിയേണ്ടത് ഡീലർഷിപ്പുകൾ എങ്ങനെയാണ് ഒരു കാർ വെക്കുന്നതിൽ നിന്നും പൈസ ഉണ്ടാക്കുന്നത് എന്നതാണ്. മിക്കപ്പോഴും നമ്മളൊക്കെ കരുതുന്നത് കാർ ഡീലറിന്റെ മെയിൻ പ്രോഫിറ്റ് വണ്ടി വിറ്റ് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന മാർജിൻ ആണ് എന്നായിരിക്കും. പക്ഷേ റിയാലിറ്റി കുറച്ച് ഡിഫറെന്റ് ആണ്. പലപ്പോഴും എത്ര വലിയ കാർ വിറ്റാൽ പോലും അതിൽ നിന്നും, ആ സെയിൽസിൽ നിന്നും അവർക്ക് കിട്ടുന്ന മാർജിൻ വലിയ എമൗണ്ട് ഒന്നും ആയിരിക്കില്ല. ഡീലർഷിപ്പുകൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് വേറെ സർവീസസിൽ നിന്നാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഡീൽസ്, കാർ ലോൺസ്, ഇൻഷുറൻസ്, റോഡ് സൈഡ് അസിസ്റ്റൻസ്, ആക്സസറീസ്, എക്സ്റ്റൻഡഡ് മെക്കാനിക്കൽ വാറണ്ടി, ടെഫ്ലോൺ കോട്ടിംഗ്, സെറാമിക് കോട്ടിംഗ്, പിന്നെ ഫൈനലി നമ്മൾ കാറ് അവിടെ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഉള്ള ചാർജസ്. ഇവിടെ നിന്നൊക്കെയാണ് ഡീലേഴ്സിന് നല്ല കമ്മീഷൻ കിട്ടുന്നത്. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കാം. അതിൽ ആവശ്യമുള്ളതൊക്കെ എടുക്കുന്നതിൽ ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ പ്രോബ്ലം വരുന്നത് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഇൻഷുറൻസ്. ഡീലർ പറയും സർ ഇൻഷുറൻസ് ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരാം, ഡെലിവറിയുടെ സമയത്ത് എല്ലാം അവിടെ കാണും, സർ ഒരുപാട് മെനക്കെടേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നും വരുന്നില്ല എന്ന്. സംഭവം അത് നല്ല കൺവീനിയന്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ പല സമയത്തും സെയിം കവറേജ് ഇൻഷുറൻസ് നമുക്ക് പുറത്ത് നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നത് എന്താണ്? ഓൾറെഡി കാർ മേടിക്കാനായിട്ട് ഇത്രത്തോളം പൈസ കൊടുക്കുന്നുണ്ട്, ഇനി ഇൻഷുറൻസിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യാനൊന്നും എനിക്ക് വയ്യ, അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് കരുതും. അങ്ങനെ ഡീലേഴ്സ് അറേഞ്ച് ചെയ്ത് തരുന്നത് തന്നെ എടുക്കും. പിന്നെ മറ്റൊരു സൈക്കോളജി ഉണ്ട്. നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിയ പുതിയ കാർ, അപ്പൊ അതുകൊണ്ട് സെയിൽസ്മാൻ നമ്മുടെ അടുത്ത് വന്ന് പറയും സർ കോട്ടിങ് ചെയ്താൽ പെയിന്റ് പ്രൊട്ടക്ഷൻ കിട്ടും, സ്ക്രാച്ച് കുറയും. അതല്ലെങ്കിൽ നമ്മളോട് പറയും സർ റോഡ് സൈഡ് അസിസ്റ്റൻസ് എടുത്താൽ എന്തെങ്കിലുമൊക്കെ എമർജൻസി ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ചില സമയത്ത് ഈ സെന്റൻസ് ഒന്നും ആയിരിക്കില്ല, വളരെയധികം പാനിക് ആക്കുന്ന തരത്തിലുള്ള സെന്റൻസ് പറഞ്ഞിട്ടായിരിക്കും ഇത് ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സെല് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ എടുത്തേക്കാമെന്ന്. അങ്ങനെ സ്ലോലി നമ്മുടെ കൊട്ടേഷനിൽ പല ഐറ്റംസ് ഇങ്ങനെ ആഡ് ചെയ്ത് വരും. ഒന്നും ഇൻഡിവിജ്വലി വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് തോന്നില്ല എങ്കിലും എല്ലാം കൂടെ വരുമ്പോൾ ഫൈനൽ ബില്ല് നന്നായിട്ട് കൂടി ഇൻക്രീസ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബെസ്റ്റ് അപ്രോച്ച് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീലർ പറയുന്ന എല്ലാ ആഡ് ഓൺസും ഇമ്മീഡിയറ്റ്ലി അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ആവശ്യമുള്ളത് മാത്രം എടുക്കുക.
അവരുമായിട്ട് ബാർഗെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വേറെ ഓപ്ഷൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ എസ്പെഷ്യലി ഇൻഷുറൻസ് പോലത്തെ ഐറ്റംസ് കുറച്ച് ടൈം എടുത്ത് കമ്പയർ ചെയ്താലും മതി, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡീലേഴ്സിന്റെ സജഷൻ എല്ലാം റോങ് ആണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാ സജഷനും അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. സിമ്പിൾ ട്രൂത്ത്, ഡീലേഴ്സ് നമ്മളെ ചീറ്റ് അല്ല ചെയ്യുന്നത്, അവര് ബിസിനസ് ആണ് ചെയ്യുന്നത്. അവര് ബിസിനസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ കട തുറന്ന് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവെയർ ആയ കസ്റ്റമേഴ്സ് ആയാൽ രണ്ട് കൂട്ടർക്കും ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ വീക്ക് ആയാൽ അവർക്കായിരിക്കും കൂടുതൽ ബെനിഫിറ്റ്. ഇനി ട്രാപ്പ് നമ്പർ 4, ലോൺ ട്രാപ്പ്. ഒരു കാർ വാങ്ങിക്കുമ്പോൾ ലോൺ എടുക്കുക എന്നത്, ഡിസൈഡ് ചെയ്യുക എന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കയ്യിൽ ഫുൾ ക്യാഷ് എടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അത് നമ്മളുടെയും കൂടി ആവശ്യമാണ്. പക്ഷേ ഡീലേഴ്സും ബാങ്ക്സും ഈ സിറ്റുവേഷൻ വളരെ സ്മാർട്ട് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഡീലേഴ്സിന് ബാങ്കിന്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ കിട്ടാൻ വേണ്ടി അവർ നമ്മുടെ ലോൺ പ്രോസസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ബാങ്കിന് ഒരു കസ്റ്റമറിനെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നു, ഡീലറിന് അതിന്റെ കമ്മീഷൻ കിട്ടുന്നു. നമ്മൾ EMI കാറും വാങ്ങിക്കുന്നു. പലപ്പോഴും ഈ ഷോറൂമിൽ തന്നെ ഒരു ലോണിന്റെ എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. അവർ തന്നെ അവിടെ വെച്ച് തന്നെ നമ്മുടെ ക്വയറീസ് എല്ലാം അവർ ഹാൻഡിൽ ചെയ്യും. പലപ്പോഴും അവിടെ 2 ടൈപ്പ് ലോൺസ് ഉണ്ടായിരിക്കാം, ഫ്ലാറ്റ് റേറ്റ് ആൻഡ് ഡിമിനിഷിംഗ്. ഫ്ലാറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ 5 ലക്ഷം രൂപ ലോൺ എടുത്തു. EMI നിങ്ങൾ റെഗുലർ ആയിട്ട് പേ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ EMI പേയ്മെന്റ് ഒരു 2-3 വർഷമാണ് എന്ന് കരുതുക. നിങ്ങൾ 2 വർഷമോ 3 വർഷമോ കൊണ്ട് കുറേ പണം അടച്ച് തീർത്താലും നമ്മുടെ ലാസ്റ്റ് EMI വരുന്നത് വരെ നമ്മുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ബേസ് എമൗണ്ട് ഈ 5 ലക്ഷം രൂപ തന്നെ ആയിരിക്കും. അതിന്റെ മീനിങ് എന്താണ്? ലാസ്റ്റ് EMI വരും വരെ നമ്മൾ ഓൾറെഡി പേ ചെയ്ത എമൗണ്ടിന് മുകളിൽ പോലും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഡിമിനിഷിംഗ് റേറ്റിലാണ് നമ്മൾ ലോൺ എടുത്തത് എങ്കിൽ ലോൺ എമൗണ്ട് കുറയുന്നതനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ടും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന ലോൺ ഒരിക്കലും എടുക്കാതിരിക്കുക, അത് എപ്പോഴും അവോയ്ഡ് ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് വരുന്നത് പ്രോസസ്സിംഗ് ഫീ. അപ്പോൾ പല ബാങ്കുകളും പറയും ഫസ്റ്റ് ടൈം അവരുടെ പ്രോസസ്സിംഗ് ഫീ 2,999 രൂപയാണ്, അതല്ലെങ്കിൽ 5,499 രൂപയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സിംഗ് ഫീൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുക, അത് ഫ്രീ ആയിട്ട് കിട്ടുമോ എന്ന് നോക്കുക. പിന്നെ ലോൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രീ ക്ലോഷർ ചാർജ്, അതല്ലെങ്കിൽ പെനൽറ്റി. ഇപ്പൊ നമ്മൾ 4 വർഷത്തെ ഒരു ലോൺ ആണ് എടുത്തത് എങ്കിൽ 1-2 വർഷം നമ്മൾ EMI അടച്ചു കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിക്കഴിയുമ്പോൾ ഇത് എല്ലാം അങ്ങ് അടച്ച് തീർത്തേക്കാം എന്ന് കരുതി നമ്മൾ ബാങ്കിൽ ചെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയും 3-4% എക്സ്ട്രാ എമൗണ്ട് ബാങ്കിന് പേ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന്. ഇതാണ് പ്രീ ക്ലോഷർ ഫീ. അതായത് നിങ്ങൾ ഓൾറെഡി അവർക്ക് കൊടുക്കാനിരുന്ന ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ട് അവർ ഈ 3-4% നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പ്രീ ക്ലോഷർ ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ ഉറപ്പുവരുത്തുക. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലോൺ എടുക്കുമ്പോൾ ഫ്ലാറ്റ് വേഴ്സസ് ഡിമിനിഷിംഗ്, അവിടെ നമ്മൾ എപ്പോഴും ഡിമിനിഷിംഗ് ആണ് എടുക്കുക. പിന്നെ പ്രോസസ്സിംഗ് ഫീ, പിന്നെ പ്രീ ക്ലോഷർ പെനാൽറ്റി, ഇതെല്ലാം മനസ്സിലാക്കി പ്രോപ്പറായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് മാത്രം ലോൺ എടുക്കുക. ഈ ഒരൊറ്റ കാര്യം വെച്ച് തന്നെ നമ്മൾ എടുക്കുന്ന വണ്ടി വെച്ച് ഡിപ്പെൻഡ് ചെയ്യുമെങ്കിലും ചില സമയത്ത് നമ്മൾ ലക്ഷങ്ങൾ വരെ സേവ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ എല്ലാ ട്രാപ്സും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു നല്ല ഐഡിയ കിട്ടും. കാർ വാങ്ങുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ നമ്മൾ സ്മാർട്ടായിട്ട് വാങ്ങിച്ചാൽ മാക്സിമം ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ടാക്സ് മനസ്സിലാക്കി വേരിയന്റും ഫീച്ചേഴ്സും ചോയ്സസ് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ എടുത്ത് ഡീലർഷിപ്പിന്റെ ട്രിക്കുകൾ നോക്കി അവോയ്ഡ് ചെയ്ത് ലോണിന്റെ ടൈപ്പ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ബാങ്കിനോട് കൃത്യമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ആഫ്റ്റർ മാർക്കറ്റ് ഹാക്സും കൃത്യമായിട്ട് യൂസ് ചെയ്താൽ നമ്മൾ ലക്ഷങ്ങളായിരിക്കും സേവ് ചെയ്യാൻ പോകുന്നത്. ഒരു കാർ വാങ്ങിക്കുന്നത് റോങ് ചോയ്സ് ഒന്നുമല്ല, പക്ഷെ പലപ്പോഴും ഫ്രീഡം ഓഫ് മൂവ്മെന്റിന് വേണ്ടി നമ്മൾ കാർ വാങ്ങിക്കുമ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാതെയാകും എന്നൊരു പ്രശ്നം ഉണ്ടാകാതെ നോക്കണം. അപ്പോൾ റിമെമ്പർ, നമ്മൾ കാർ വാങ്ങിക്കാൻ എടുക്കുന്ന തീരുമാനം ഇമോഷണൽ ആണെങ്കിലും ഫിനാൻഷ്യൽ ആണെങ്കിലും നമ്മൾ ഷോറൂമിൽ പോകുന്ന സമയത്ത് ഇമോഷണൽ ഡിസ്റ്റൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ഷുഗർ കോട്ടിംഗ് വർത്താനത്തിലും വീഴാതെ ക്വസ്റ്റ്യനിങ് മൈൻഡോട് കൂടി തന്നെ പോകാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ പോയാൽ നിങ്ങളെ ഒരു ട്രാപ്പിലും വീഴ്ത്താൻ അവർക്ക് സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.